ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യലി കുഞ്ഞോക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞോളെ ടാബിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിൽ പിന്നെ കുറച്ചും കൂടി വലിയ കുഞ്ഞോളെ ടാബ് ഇട്ടിട്ടുണ്ടായി. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ 5G ടാബ് വേണമെന്നൊക്കെ കുറേ ആൾ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് കമൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുഞ്ഞോളെ ടാബ്. പിന്നെ അതേപോലെ തന്നെ മെസ്സേജസ്, ഒരുപാട് മെസ്സേജസ് ഉണ്ട്. കുഞ്ഞോളെ ടാബ് ഇടുമ്പോൾ ഒരു 4G 5G ലെവലിൽ ഒരു റാം റോമിലെ കൂടുതലല്ല കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ടാബിൻ്റെ വീഡിയോ ഇടുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഇന്ന് റുഫ് ചെയ്ത് ഒരു ടാബ് കൊണ്ടുവന്നിട്ടുണ്ട്. റിക്ക് ടാബ് അതാ ഇതാണ് സാധനം. അതാ കണ്ടോളി, നല്ല അടിപൊളി ടാബ് കേട്ടോ. ടാബ് മാത്രമല്ല ഇതിൻ്റെ ബാക്കിൽ അതൊക്കെ കാണുന്നുണ്ടോ കീബോർഡെല്ലാം ആയിട്ടുണ്ട്. നല്ല സാധനം എന്നാണ് പറഞ്ഞാൽ. നമുക്കിത് പൊളിച്ചിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കാം. ഓക്കെ, ഇന്ന് കത്തി മാറ്റമുണ്ട്. എന്താ പറഞ്ഞാൽ ഇത് മറ്റേ കീബോർഡ് ഉണ്ടായതിനെ കൊണ്ട് കത്തി മാറ്റിയതാണ്. ഇന്ന് ചെറിയ കത്തിയിൽ കട്ടാവില്ല നിർത്തി. ഇതാണ് സാധനം മോനെ. കീബോർഡ് അതാ എങ്ങനെ യൂസ് ആക്കുന്നതെന്നതാ. ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. വയർലെസ് ആണ് കീബോർഡ് കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ? ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ടാബിൻ്റെ നോക്കട്ടോ. 10.1 ഇഞ്ചാണ് കേട്ടോ. 10.1 ഇഞ്ചസാണ് ടാബിൻ്റെ വരുന്നത്, സൈസ് വരുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആൻഡ്രോയിഡ് 10 ആണ്. ആൻഡ്രോയിഡ് 10 ആണ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നേരത്തെ ഒരു കസ്റ്റമർക്ക് സാധനം കൊടുത്തിനേനു. ആ കസ്റ്റമർ ചെറിയൊരു ക്ലിപ്പ് നമ്മൾ ചങ്ക് തേടിയിട്ട് വന്നിട്ടുണ്ട് ടാബ് എടുക്കാൻ. ടാബ് ഇടാം. പിന്നെ അതേപോലെ തന്നെ റാം 6GB റാം ഉണ്ട്. 128GB ഇൻറ്റർണൽ മെമ്മറി ഉണ്ട്. 10.01 ഇഞ്ചസ് സ്ക്രീനാണ്. പിന്നെ 5 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. 13 മെഗാ പിക്സൽ റിയർ ക്യാമറ ഉണ്ട്. ഇതെല്ലാം 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ ക്യാമറൻ്റെ നിങ്ങൾ ഈ 13 മെഗാ പിക്സൽ 5 മെഗാ പിക്സൽ എന്ന് പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ നോക്കണം കേട്ടോ. ക്യാമറ അത്ര ക്ലാരിറ്റി ഒന്നും ഐഫോണിന്റെ ക്യാമറ ടാബ്ലറ്റ് ആണ്. ടാബ്ലറ്റിൽ അതിൻ്റെതായ ക്യാമറ ക്ലാരിറ്റി കാര്യങ്ങളെ ഉണ്ടാവും. പിന്നെ ബാക്കി സ്പീഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 3 ചാർജർ ഉണ്ട്. USB കേബിൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ TPU കേസ് ഉണ്ട്. പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്. സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ആക്കാൻ കഴിയുന്നില്ല കേട്ടോ, വേസ്റ്റ് ആണ്. പിന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ മോർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. വേറെ ഒന്നും ഗിഫ്റ്റ് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നമുക്ക് പൊളിച്ചു നോക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തായാലും എന്താ ഉള്ളത് 1080 അൾട്രാ HD ഡിസ്പ്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്ക് പൊളിച്ചു നോക്കാമല്ലോ. സാധനം ഇതാണ് സാധനം എടുക്കട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക്. എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഗിഫ്റ്റ് എല്ലാം ഉണ്ടെന്നാണെങ്കിൽ ഇപ്പം തീരുമാനമാക്കണ്ടേ. ഉണ്ട്. പിന്നെ ഇത് ടച്ച് ആക്കാനും വേണ്ടിയിട്ട് ടച്ചാണ്, ടച്ച് പെൻ എന്ന് പറയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഡാറ്റ കേബിൾ ഉണ്ട്. പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്ഫോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലല്ല അത് ടച്ച് പെന്നാണ്. ഇത് എന്താ പറഞ്ഞാൽ ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്ക് ബാൻഡ്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഒരു OTG കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടൈപ്പ് സിൻ്റെ. ഓക്കെ, പിന്നെ ഇത് അഡാപ്റ്റർ. പിന്നെ ഒരു പറഞ്ഞ അതിൽ തന്നെ യൂസർ മാനുവൽ. ടാബ്ലറ്റ് എല്ലാവർക്കും യൂസ് ആക്കാനും കാര്യങ്ങളെല്ലാം അറിയുന്നതന്നല്ല. പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാറണ്ടി കാർഡ്. പിന്നെ സാധനം നശിക്കാണ്ടിരിക്കാൻ ചൈനൻ്റെ എന്തോ ഒരു മരുന്ന്. പിന്നെ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ഒരു കവർ, ഫ്ലിപ്പ് കവർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താക്കാം, ടാബ് പൊളിച്ചോക്കാം. ഇതൊക്കെ സാധനം എങ്ങനെയുണ്ട്, ഫിനിഷിങ് എങ്ങനെയുണ്ട്. ബ്ലാക്ക് കളറാണ് പൊളിച്ചത്. കണ്ടോ, ബ്ലാക്ക് കളറാണ് പൊളിച്ച M22 എന്ന് പറയുന്ന ടാബാണ്. ഇത് കാണുന്നുണ്ടോ. വൈഫൈ സപ്പോർട്ടാവും, സിം സപ്പോർട്ടാവും, എല്ലാ കാര്യങ്ങളും സപ്പോർട്ടാവും കേട്ടോ. ക്യാമറ അടിപൊളി എന്നാണ് പറഞ്ഞാൽ നോക്കുക. ക്യാമറൻ്റെ ലെൻസ് കാര്യങ്ങളെല്ലാം നോക്കിയാൽ 1, 2, 3 ലെൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വർക്ക് ആവുന്നില്ല. ഞാൻ ടാബ്ലറ്റിൽ ക്യാമറനെ പറ്റിയിട്ട് പൊക്കി പറയാനൊന്നുമില്ല. എന്താ പറഞ്ഞാൽ ക്ലാരിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. ഒരു പറഞ്ഞ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസ്പ്ലേയിൽ. അപ്പോൾ ഇത് നോക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആവട്ടെ. ഓണായിട്ട് സ്പീഡ് കാര്യങ്ങളുണ്ടോ നോക്കാം. അത്യാവശ്യം സ്പീഡൊന്നും ഉണ്ടാവില്ല ടാബിൽ. ഇതിൽ എങ്ങനെ ഉണ്ട് നോക്കാം. 6GB റാം ഉണ്ടല്ലോ, അപ്പോൾ സ്പീഡ് കാര്യങ്ങളെല്ലാം കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഓണായിട്ട് ജസ്റ്റ് മോഡിയോ എന്നെല്ലാം വന്നിക്ക് നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട്. നമുക്ക് നോക്കാം, വീഡിയോ അത് ഇതെല്ലാം പ്ലേ ചെയ്തിട്ട് നോക്കാം. നമുക്ക് ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടോ. ഓണായിട്ടുണ്ട്. ഓർ പറഞ്ഞ 13 മെഗാ പിക്സൽ ക്യാമറ. അതാ 13 മെഗാ പിക്സൽ ക്യാമറ. എന്താ ഇതാണ് 13 മെഗാ പിക്സൽ ക്യാമറ കേട്ടോ. എന്നെ കുറ്റം പറയണ്ട. അപ്പോൾ ഓരോ അവിടെ എഴുതിയിട്ടുള്ളത് പറഞ്ഞതാണ്.
പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് 5 മെഗാ പിക്സൽ ക്യാമറ അതൊക്കെ കാണുന്നുണ്ടോ 5 മെഗാ പിക്സൽ ക്യാമറ അതാ റൂഫൈദിനെ കാണുന്നുണ്ട് 5 മെഗാ പിക്സലിൽ റൂഫൈദിനെ കാണുന്നില്ല റൂഫൈദ് ഇരുട്ടായിട്ട് അങ്ങനെ തീരെ കാണുന്നില്ല കുറച്ച് കറുപ്പുള്ള ആളൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പറയാം കേട്ടോ നല്ല ഫാസ്റ്റ് ഇൻ്റർനെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടോ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമുക്ക് വൈഫൈ കണക്ട് ആക്കിയിട്ടില്ല ഞാൻ വൈഫൈ ഒന്ന് കണക്ട് ആക്കട്ടെ ഓക്കെ ഇത് അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് അപ്ഡേറ്റിലാക്കി കൊടുക്കാം പ്രശ്നമില്ല പിന്നെ ഇതിൽ റാം കാര്യങ്ങളെല്ലാം സിം കാർഡ് ഡ്യുവൽ സിമ്മാണ് പിന്നെ അതേപോലെ തന്നെ M22 അബൌട്ട് മോഡൽ ആൻഡ്രോയിഡ് 10 ആണ് 2020 മോഡലാണ് നല്ലുണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ ഈ പെന്ന് ഇത് നീ നേരത്തെ ചോദിച്ച സാധനം ഇപ്പോൾ ക്ലിയർ ആക്കുന്നതാണ് അതായത് ടച്ച് വിരലിന് യൂസ് ആക്കാൻ പറ്റിയ സാധനമാണ് പക്ഷേ ഇത് ടാബ് സ്പീഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ മെനു സ്പീഡ് ഉണ്ട് കേട്ടോ സ്പീഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ടാബ് ഇത്ര സ്പീഡിൽ മൂവ് ആവലില്ല ഓക്കെ പിന്നെ അതിലെന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ നോക്കാം നമുക്ക് ഇത് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ സൗണ്ട് ചിലപ്പോൾ അല്ലെങ്കിലേ വീഡിയോ വ്യൂസ് ഇല്ല പിന്നെ കോപ്പി റേറ്റും കൂടി കിട്ടിയിട്ട് പണ്ടാരം കണ്ടാലോ അല്ലേ എന്താ ക്ലാരിറ്റി കാര്യങ്ങൾ തന്നെ വയ്ക്കാം ടാബിൻ്റെതായ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഡോളിൻ്റെ വീഡിയോ ഉണ്ട് അതാ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും പറയാനില്ല വേറെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു റൂഫ് ചെയ്ത കവറുണ്ടോ കവറുണ്ട് മറ്റേ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട് അത് കാര്യമില്ല ഉപകാരമില്ലാത്ത സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട് പിന്നെ അതിൽ പ്ലേ സ്റ്റോർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഐഡിയയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് യൂട്യൂബ് അപ്ഡേറ്റ് ആവുന്നുണ്ടോ അങ്ങനത്തെ കുറേ സംശയങ്ങൾ കുറേ ആൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വൈഫൈ ഇട്ടിട്ട് മറ്റേ ഗൂഗിൾ ഐഡിയും കൂടി ഇട്ടിട്ട് ഗൂഗിൾ ഐ ഡി ഇടുന്ന വീഡിയോ കൂടി ചെയ്യാം നമുക്കില് പുതിയതൊന്ന് ക്രിയേറ്റ് ആക്കുന്നത് അപ്പൊ ഇതില് അപ്പോൾ ഇവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ ഗൂഗിൾ ഐ ഡി ക്രിയേറ്റ് ആക്കുന്നത് എങ്ങനെയാണ് ഓക്കെ നല്ല സ്പീഡ് ഉണ്ടോ അതാ ടാബ് ഇത്ര സ്പീഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏത് ടാബ് ഈ ഒറിജിനൽ ബ്രാൻഡഡിൻ്റെ എന്ന് പറഞ്ഞാൽ സാംസങ് പിന്നെ അതേപോലെ തന്നെ ഉവാവി അങ്ങനത്തെ ടാബിൽ ഇത്ര സ്പീഡ് ഉണ്ടാവും ബാക്കി ഈ ടാബൊന്നും ഇത്ര സ്പീഡ് കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കണ്ടിക്കാം ഇതാ ക്രിയേറ്റ് ഇമെയിൽ ഐ ഡി പോവുക മൈ സെൽഫ് എന്ന് അടിക്കാം കേട്ടോ ചിൽഡ്രൻസ് ഒന്നും അടിക്കണ്ട എൻ്റെ ഇപ്പോൾ എൻ്റെ പേര് തന്നെ അടിക്കാം എൻ്റെ പേരിൽ തന്നെ ഒരു ഐ ഡി ക്രിയേറ്റ് ആക്കുന്നതാണ് ഇപ്പോൾ വെറുതെ എങ്കിലും ഈ പേരിലുണ്ടാവും എന്നാലും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റ് കൊടുത്തോട്ടോ എന്തിനു പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ ബയ്യേക്ക് രണ്ടൊരു മെയില് ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൊടുത്താൽ മതി പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പിക്കാക്കാം 04 ഇതാ ജുബിക്കൂർക്ക് 4 എന്നുണ്ട് അപ്പോൾ 1 2 3 എല്ലാം ഞാൻ ആക്കിയിട്ടുണ്ടാവും സിമ്പിളായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ആക്കാം ഈസി ആയിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് കൊടുക്കാം മൊബൈൽ നമ്പർ ചോദിക്കൂ മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് എൻ്റെ നമ്പർ പറഞ്ഞാൽ അല്ല വേണ്ട എൻ്റെ നമ്പർ എടുക്കാം 050157960 ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും കൊടുത്താണ് അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഒന്ന് നമ്പർ പറഞ്ഞാൽ മേലെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആയ പിന്നെ ഒരു സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ മൊബൈൽ നമ്പർ ഇടാണ്ട് തന്നെ സ്കിപ്പ് ആക്കാൻ പറ്റും മൊബൈൽ നമ്പർ ഇട്ടിട്ട് തന്നെ സ്കിപ്പ് ആക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നെക്സ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നെക്സ്റ്റ് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഇതും നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വന്ന് ഇനിയിപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആക്കാനുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആവുന്നുണ്ടാവും ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ അപ്ഡേറ്റ് ആവുന്നുണ്ടാവും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് യൂട്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആക്കാൻ കഴിയുമോ നോക്കട്ടെ നടക്കൂല എന്ന് തോന്നുന്നു എന്നാലും ട്രൈ ആക്കാമല്ലോ യൂട്യൂബ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡിങ്ങിന് പെൻഡിങ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അതെല്ലാ ടാബിലും സമയം എടുക്കും ടാബിലും നല്ല എല്ലാ ഫോണിലും സമയം എടുക്കലുണ്ട് പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്താ തമ്മിൽ മേക്കറ് ഇതൊക്കെ ഞാൻ യൂസ് ആക്കല്ലോ പോയി നമുക്ക് നല്ല സാധനമല്ല മറ്റേ തമ്മിൽ മേക്കറ് യൂട്യൂബ്
ഓപ്പൺ ആയിന്ന് തോന്നുന്നുണ്ട്, നോക്കാം നമുക്ക്. എൻ്റെ ചാനൽ തന്നെ ആകുമ്പോൾ വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നും വരണ്ടില്ലല്ലോ. എൻ്റെ ചാനലിൽ തന്നെ വീഡിയോ എടുത്തിട്ടിട്ടാൽ കോപ്പിറൈറ്റ് ഒന്നും വരില്ലല്ലോ. എന്താ എൻ്റെ ചാനൽ തന്നെ അതാ സബ്സ്ക്രൈബെല്ലാം ആക്കിയിരുന്നു, അതേമാതിരി എല്ലാം ആക്കണം കേട്ടോ. സബ്സ്ക്രൈബെല്ലാം ആക്കിയിട്ട് ഈ ബെല്ലൈക്കനെല്ലാം ഒന്ന് എനേബിൾ ആക്കിയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ആക്കാനും മറക്കണ്ട. നല്ല സ്പീഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. എന്താ പറഞ്ഞാൽ ആഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പൈസയും വരാൻ തുടങ്ങി. നിങ്ങൾ ഒന്നും സപ്പോർട്ട് ആക്കുന്നില്ല ശരിക്കും. വ്യൂസ് 43 വ്യൂസ് ഇന്നലെ ഇട്ട വീഡിയോന്. അപ്പോൾ തീരെ വ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാം കൂടിയിട്ട് തന്നെ സപ്പോർട്ട് ആക്കണ്ട കേട്ടോ. ഇതാ ഫുൾ ഡിസ്പ്ലേയിൽ ഇത് നോക്കി നോക്കല്ലോ, ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന്, 4K ഉണ്ടോന്ന്. എന്താ ക്ലാരിറ്റി എല്ലാം ഉണ്ട് കേട്ടോ, അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ടാബാണ്. ഞാൻ ഇതുവരെ സജസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടാബാണ് ഇത്. അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ 325 ദിറംസിന് ആൾ ഓവർ UAE ഡെലിവറി ആക്കി തരുന്നതായിരിക്കും. എത്ര 325 ദിറംസിന് ആൾ ഓവർ UAE എവിടെ വേണമെങ്കിലും ഡെലിവറി ആക്കി തരുന്നതായിരിക്കും. നല്ല കിർമാണി സാധനം. സാധനം കണ്ടില്ലേ? അപ്പോൾ അതേമാതിരി തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങളെ ചങ്ങായിമാരിൽ UAE ആരെങ്കിലും ചങ്ങായിമാരുണ്ടെങ്കിൽ ഓർക്ക് ഈ വീഡിയോ എത്തിക്കാനും മറക്കണം. എന്താ പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്നല്ല കാണുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ ആടുന്ന് ഇങ്ങോട്ട് ഓർക്ക് അയച്ചു കൊടുത്തിട്ട് പറയണം ഈ സാധനമാണെന്ന്. അപ്പല്ലേ ഓരോ നമ്മളെ അടുത്ത് നിന്ന് മേടിക്കല്. നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മളെ ചങ്കിൻ്റെ ഒരു ചാനലുണ്ട്, ഏത് ഉപ്പൈദിൻ്റെ. എൻ്റെ തന്നെ വ്യൂസ് കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. എന്നാലും ഓൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് കയറി സപ്പോർട്ട് ആക്കി കേട്ടോ. അതിൻ്റെ താഴെ തന്നെ ഞാൻ ഇൻസ്റ്റ ID കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ നിന്ന് ആൾ പോയിട്ട് ഇതുകൊണ്ട് ഫോളോ ആക്കി ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്.